ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ക്രിസ്മസ് വരെയല്ലേ, നമ്മളിന്ന് പുൽക്കൂട് കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന്റെ പണികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് പുൽക്കൂട് കെട്ടാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടിയൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ആയിട്ട് പുൽക്കൂട് കെട്ടുകയാണ്. ആദ്യം നമ്മൾ 4 തൂണായിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മേൽക്കൂര കെട്ടുകയാണ്. നമ്മളിങ്ങനെ കമ്പ് മാത്രമായിട്ട് കെട്ടി വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുല്ലെടുക്കാനായിട്ട് വയലിൽ പോയത്. ഞാനും നമ്മുടെ ശിഖുക്കുട്ടനും മാമനും ഉണ്ട്. നമ്മൾ 3 ആളും കൂടിയാണ് പുല്ലെടുക്കാനായിട്ട് പോയത്. നല്ല വെയിലാണ്. അതുപോലെ നമ്മുടെ ശിഖുക്കുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഒരു കുപ്പി വെള്ളമൊക്കെ ആയിട്ടാണ് നമ്മൾ പോയത്. ഇവിടെ കുഞ്ഞാട്ടുംകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ശിഖുക്കുട്ട അതൊക്കെ നോക്കി വരികയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയപ്പോഴേക്കും സൈഡ് ഫുള്ള് വെള്ളമാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. മാമ ആദ്യം ഒരിടത്ത് ഇറങ്ങി നോക്കി, അവിടെ നല്ല കുഴിയുള്ളതുകൊണ്ട് പിന്നെ തിരിച്ചു കയറി. അത് കഴിഞ്ഞ് കുഴിയൊന്നും ഇല്ലാത്തൊരിടത്ത് ഇറങ്ങിയിട്ട് പുല്ലെടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഞാനും ശിഖുക്കുട്ടനും ഇവിടെ ഇങ്ങനെ നിന്നു. നല്ല വെയിലാണ്. കച്ചിലില്ലേ, കച്ചിലല്ലെങ്കിൽ നമ്മൾ കച്ചിലെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വൈക്കോല് വെച്ചിട്ടാണ് നമ്മൾ പുൽക്കൂട് കെട്ടേണ്ടത്. നമുക്കിവിടെ അങ്ങനെ വൈക്കോലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും പുല്ല് തന്നെയാണ് വെച്ച് കെട്ടുന്നത്. നമ്മളൊരു 10 ദിവസം മുന്നേ ആണ് ഈ പുൽക്കൂട് കെട്ടുന്നത്. ക്രിസ്മസിന്റെ അന്ന് ആവുമ്പോഴേക്ക് ഈ പുല്ലെല്ലാം ഉണങ്ങി വൈക്കോല് പോലെ തന്നെ ആവും. പുല്ലെല്ലാം എടുത്ത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ പുല്ലെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കെട്ടുകളാക്കി വെക്കുകയാണ്. ഇതാവുമ്പോൾ നമുക്ക് പുൽക്കൂടിൽ വെച്ച് കെട്ടാൻ എളുപ്പമാണ്. പുല്ലിങ്ങനെ ഇളകി പോകില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരുകയും ചെയ്യും. നമ്മൾ എടുത്തുകൊണ്ടുവന്ന പുല്ല് ഫുള്ളായിട്ട് നമ്മൾ മേൽക്കൂരയിൽ കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിന്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കമ്പൊക്കെ വെച്ച് കെട്ടിയിട്ട് അവിടെയും പുല്ലിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മൾ അവിടെയും പുല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും ആ ഒരു ടൈം ആകുമ്പോൾ ഇതെല്ലാം ഉണങ്ങി സെറ്റ് ആയിക്കോളും. യേശുവിനെയൊക്കെ നമുക്ക് ക്രിസ്മസിന്റെ അന്ന് ഇതിന്റെ ഉള്ളിൽ വെക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.